ഹലോ, എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ ബീഡ്സും ത്രെഡും ഉപയോഗിച്ചിട്ട് ഒരു നെക്ക് എംബ്രോയ്ഡറി എങ്ങനെയാണ് ചെയ്തെടുക്കുന്നതെന്ന് നോക്കാം. ഇതിൻ്റെ സെൻറ്ററിലായിട്ട് ഞാനൊരു വർക്ക് എടുത്തിട്ടുണ്ട്, ബാസ്ക്കറ്റിൽ ഫ്ലവറൊക്കെ വരുന്ന രീതിയിൽ. അപ്പോൾ ഇതിൻ്റെ നെക്ക് പോർഷനിലും കൂടെ എങ്ങനെയാണ് ഒരു എംബ്രോയ്ഡറി വർക്ക് കൊടുക്കുന്നതെന്ന് നോക്കാം. പിന്നെ ഞാൻ ഇതിനായിട്ട് എടുത്തിരിക്കുന്നത് സിൽക്ക് ത്രെഡും അതുപോലെ തന്നെ ഷുഗർ ബീഡ്സുമാണ് ഞാനായിട്ട് എടുത്തിരിക്കുന്നത്. ഫ്ലേക്സാണ് ഞാനിവിടെ വരയ്ക്കാനായിട്ട് എടുത്തിരിക്കുന്നത്. ഇതെങ്ങനെയാണ് വരയ്ക്കുന്നതെന്ന് നോക്കാം. 3 സെൻറ്റിമീറ്ററാണ് ഓരോ ലൈൻസിൻ്റെയും നീളം. ആകെ 8 ലൈൻസാണ് ഉള്ളത്. ചിത്രത്തിൽ കാണുന്ന പോലെ തന്നെ ക്രോസ് ചെയ്ത് വരച്ചെടുക്കുക. ഞാനിവിടെ ഡോട്ടിട്ട് കൊടുക്കുന്നുണ്ട്. സ്നോ ഫ്ലേക്സ് കറക്റ്റായിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഞാനങ്ങനെ ഡോട്ടിട്ട് കൊടുത്തിരിക്കുന്നത്. ഞാൻ ഡ്രസ്സിലും കൂടെ വരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. എംബ്രോയ്ഡറി ഹൂപ്പ് ഡ്രസ്സിൽ നന്നായിട്ട് അറ്റാച്ച് ചെയ്ത് വയ്ക്കുക. സ്ട്രൺസ് ആയിട്ടാണ് ഞാൻ ആദ്യം ത്രെഡ് എടുത്തിരുന്നത്. പിന്നെ ചെയ്തു വന്നപ്പോൾ അതിനൊരു കട്ടി കൂടിയതുപോലെ തോന്നിയത് കൊണ്ട് പിന്നീടുള്ള ഫിഗറിനെല്ലാത്തിനും ഞാൻ 2 ആയിട്ടാണ് ത്രെഡ് എടുത്തിരിക്കുന്നത്. ഫ്ലൈയിങ് സ്റ്റിച്ചിലാണ് ഞാൻ ഈ ഒരു വർക്ക് ഫുള്ളായിട്ട് കംപ്ലീറ്റ് ചെയ്തെടുത്തിരിക്കുന്നത്.
രണ്ടെണ്ണം ഞാൻ കംപ്ലീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ബാക്കിയെല്ലാം ഇതുപോലെ തന്നെ ചെയ്തെടുക്കുക. ത്രെഡ് വർക്കെല്ലാം കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി ഷുഗർ ബീഡ്സും കൂടെ ഇതിൻ്റെ ഇടയിലൂടെ ഒന്ന് സ്പ്രെഡ് ചെയ്തിട്ട് കൊടുക്കണം. നോർമൽ ത്രെഡാണ് ഈ ബീഡ്സ് സ്റ്റിച്ച് ചെയ്യാനായിട്ട് ഞാൻ എടുത്തിരിക്കുന്നത്. ബീഡ്സും സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി സ്നോയുടെ സെൻറ്ററിലൂടെ ഒരു വലിയ ഗോൾഡൻ ബീഡ്സും കൂടെ സ്റ്റിച്ച് ചെയ്തെടുക്കുന്നുണ്ട്. അങ്ങനെ വർക്കെല്ലാം കംപ്ലീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇതാണ് ഫൈനൽ ലുക്ക്. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യണേ. ഇതുപോലുള്ള വീഡിയോ ആയിട്ട് വീണ്ടും വരാം. അതുവരെ ബൈ.